നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓണത്തിന് സബ്സിഡി വെട്ടി മാവേലി. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UC കോളേജിന് സമീപത്തെ മാവേലി സ്റ്റോറിന് മുൻപിൽ സായാഹ്ന ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ് ഉദ്ഘാടനം ചെയ്തു. നാടൻ പച്ചക്കറികളും ഒപ്പം രുചിയോറും വിഭവങ്ങളുമായി സമൃദ്ധി സഹകരണ ഓണച്ചന്ത. നെടുമ്പാശ്ശേരി മേഖലാ മർക്കന്റൈൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് സമൃദ്ധി സഹകരണ ഓണച്ചന്ത ഒരുക്കിയിരിക്കുന്നത്. വൈപ്പിൻ മുരുക്കുംപാടം ജെട്ടി റോഡ് നിർമ്മാണത്തിൽ അഴിമതി. തകർന്ന റോഡിലൂടെ ആളുകളെ മഞ്ചലിൽ ചുമന്ന് പ്രതിഷേധം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഓണത്തിന് സബ്സിഡി വെട്ടി മാവേലി. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UC കോളേജിന് സമീപം മാവേലി സ്റ്റോറിന് മുൻപിൽ സായാഹ്ന ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ് ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന് മാവേലി സ്റ്റോർ വഴി വിതരണം ചെയ്യുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ സബ്സിഡി വെട്ടിക്കുറച്ച സർക്കാർ നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് കരുമാളൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ UC കോളേജ് മാവേലി സ്റ്റോറിന് മുമ്പിൽ സായാഹ്ന ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ് ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷം കേരളത്തിലേക്ക് അധികാരത്തിൽ വന്നപ്പോൾ നമുക്ക് ഭക്ഷ്യക്കിറ്റുകളിൽ പാറ്റയും പല്ലിയും അതുപോലെ എലിയുടെ വാളുകളുമാണ് ഞാൻ നിങ്ങളും കണ്ടത്. നമുക്ക് തന്ന കുത്തരിയിൽ അത് പൂത്ത അരിയായിരുന്നു എന്ന് കലത്തിലിട്ട് വേവിച്ചപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. 2-3 മണിക്കൂർ കലത്തിലിട്ട് വേവിച്ചിട്ട് പോലും അവിടെ കടലയും പയറും വേഗാത്ത കണ്ടീഷൻ വന്നത് ഞാൻ നിങ്ങളും കണ്ടതാണ്. വെളിച്ചെണ്ണയ്ക്ക് പകരം പാം ഓയിൽ തന്ന് നമ്മളെ പറ്റിച്ചത് ഈ ഇടതുപക്ഷത്തിന്റെ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഇത് മാറ്റൊലിച്ച് നോക്കാൻ പറ്റാത്ത മാറ്റത്തിന്റെ മാറ്റൊലിയുമായാണ് യൂത്ത് കോൺഗ്രസ് കേരളത്തിൽ സമരം ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്നിപ്പോ ഈ സപ്ലൈകോയുടെ അകത്ത് കയറി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ പയറുവർഗ്ഗങ്ങളില്ല, ഇവിടെ അരിയില്ല, ഇവിടെ മണ്ണെണ്ണയില്ല. ഇനിയിപ്പോ മണ്ണെണ്ണ ഒന്ന് ലഭിക്കാമെന്ന് റേഷൻ കടയിൽ ലഭിച്ചാലോ ഒരു സാധാരണക്കാരന്, ഒരു APL-കാരന് 1/4 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുന്നത്. ആ 1/4 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് 30-40 രൂപ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് ഏകദേശം 80-100 രൂപയും റേഷൻ കടയിൽ കൊടുക്കുന്ന സാഹചര്യമാണ്. മണ്ഡലം പ്രസിഡന്റ് റിദിൻ ഗോപി അധ്യക്ഷത വഹിച്ചു. AM അലി, EM അബ്ദുൽ സലാം, റസീഫ് അടമ്പയിൽ, PS സക്കീർ, ബിന്ദു ഗോപി, ഫാത്തിമ ഷംസുദ്ദീൻ, സൂസൻ വർഗീസ്, VI കരീം തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. നമുക്കറിയാം, തൊട്ടടുത്ത് നമ്മളുടെ ബാക്കിൽ കാണുന്നത് മാവേലി സ്റ്റോറാണ്. ഈ മാവേലി സ്റ്റോറിൽ ഇലക്ഷൻ മുമ്പ് തിരുവോണ സമയങ്ങളിലെല്ലാം വലിയ 2 നിരകൾ ക്യൂകൾ നമുക്കിവിടെ കാണാൻ കഴിയുമായിരുന്നു. ആളുകൾ അതിരാവിലെ 7 മണി മുതൽ ജനങ്ങളിങ്ങനെ തടിച്ചുകൂടി ഇവിടെ ഇരിക്കുന്ന സെയിൽസ് ചെയ്യാൻ നിൽക്കുന്ന അവർക്ക് ജീവനക്കാർക്ക് പോലും ഒരല്പം വിശ്രമം കൊടുക്കാത്ത രീതിയിൽ അത്രയും വലിയ ജനത്തിരക്കായിരുന്നു. ഇന്ന് നിങ്ങൾ നോക്കണം, നാളെയാണ് ഓണം. കടകളിലൊന്നും ഒരു മനുഷ്യനില്ല. നാടൻ പച്ചക്കറികളും ഒപ്പം രുചിയോറും വിഭവങ്ങളുമായി സമൃദ്ധി സഹകരണ ഓണച്ചന്ത. നെടുമ്പാശ്ശേരി മേഖലാ മർക്കന്റൈൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് സമൃദ്ധി സഹകരണ ഓണച്ചന്ത ഒരുക്കിയിരിക്കുന്നത്. അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. നെടുമ്പാശ്ശേരി മർക്കന്റൈൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നെടുമ്പാശ്ശേരി മർച്ചന്റ് ടവറിലെ സമൃദ്ധി നാട്ടുപീടികയിലാണ് സമൃദ്ധി സഹകരണ ഓണച്ചന്ത ഒരുക്കിയിരിക്കുന്നത്. ഏത്തക്കായ, നാടൻ പയർ, പാവയ്ക്ക, മത്തൻ, ചേന, വിവിധതരം പായസങ്ങൾ, അച്ചാറുകൾ തുടങ്ങി വിവിധയിനം ഉൽപ്പന്നങ്ങളുമായിട്ടാണ് സമൃദ്ധി സഹകരണ ഓണച്ചന്ത ഒരുക്കിയിരിക്കുന്നത്. അൻവർ സാദത്ത് MLA സമൃദ്ധി ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, ഓണം നമ്മുടെ ഒരു ഉത്സവമാണ്. ജാതിക്കും മതത്തിനും അതാണ് ഓണം. എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവം എന്ന് വെച്ചാൽ കേരളത്തിലും രാജ്യത്തിന് പുറത്തുമൊക്കെ എല്ലാ മതവിശ്വാസികളും ആഘോഷിക്കുന്ന ഉത്സവം ഓണാഘോഷമാണ്. ഓണത്തിന് നമ്മൾ പല രീതിയിലാണ് വരവേൽക്കുന്നത്. നമ്മൾ സദ്യ ഒരുക്കി, പൂക്കളങ്ങൾക്ക് നല്ല നാടൻ കളികൾ വെച്ച്, അങ്ങനെ പല രീതിയിലും ഒരുമിച്ച് കൂടി ഓണം ആഘോഷിക്കും. അപ്പോൾ അതിൻ്റെ പ്രധാന ഘടകം പച്ചക്കറിയാണ്. ഇതിനാവശ്യമായ സാധനങ്ങളാണ് ന്യായമായ വിലക്ക് ഇവിടെ കൊടുക്കുന്നത്. അതായത് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഈ സൊസൈറ്റി. എല്ലാ കാര്യങ്ങളും, എല്ലാ ഉത്സവങ്ങളും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളുണ്ടോ അവിടെയൊക്കെ ജനങ്ങൾക്കൊരു സഹായകരമായി സൊസൈറ്റിയുടെ പ്രവർത്തനം ഞങ്ങൾ കാണാറുണ്ട്. സംഘം പ്രസിഡന്റ് CP തരിയൻ അധ്യക്ഷനായിരുന്നു. ഈ ഓണച്ചന്തയെ സംബന്ധിച്ച് പറയുമ്പോൾ സഹകരണ വകുപ്പ് എല്ലാ സ്ഥാപനങ്ങളിലും
ഇന്ന് സംസ്ഥാന വ്യാപകമായി ഓണച്ചന്ത നടത്തുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി തന്നെ നമ്മൾ നടത്തുന്ന ഓണച്ചന്തയുടെ ഒരു പ്രത്യേകത ഇതെല്ലാം നമ്മുടെ സമൃദ്ധിയുടെ സ്വന്തം ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. ആ ഉൽപ്പന്നങ്ങൾ അത് ജനങ്ങളിലേക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയും അതോടൊപ്പം തന്നെ നമ്മളൊരു 3 വർഷം മുന്നേ വിഷരിക്കുന്ന പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുവാൻ വ്യാപാരി കർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഈ ഓണച്ചന്തയിലൂടെ സമൃദ്ധിയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. സെക്രട്ടറി ആർ സരിത, ഭാരവാഹികളായ കെ ബി സജി, ഷാജു സെബാസ്റ്റ്യൻ, പി കെ എസ്തോസ്, കെ ജെ പോൾസൺ, കെ ജെ ഫ്രാൻസിസ്, കെ കെ ബോബി, എ വി രാജഗോപാൽ, ടി എസ് മുരളി, ബിന്നി തരിയൻ, ആനി റപ്പായി, ബീന സുധാകരൻ, പ്രിൻസി വിൽസൺ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. വൈപ്പിൻ മുരുക്കുംപാടം ജെട്ടി റോഡ് നിർമ്മാണത്തിൽ അഴിമതി. തകർന്ന റോഡിലൂടെ ആളുകളെ മഞ്ചലിൽ ചുമന്ന് പ്രതിഷേധം. മുരുക്കുംപാടം ജെട്ടി റോഡ് നിർമ്മാണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒപ്പുശേഖരണവും തകർന്ന റോഡിലൂടെ ആളുകളെ മഞ്ചലിൽ ചുമന്നും പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി ചെയർമാൻ കെ ജി ഡോണോ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എന്തൊക്കെ ബഹളമായിരുന്നു എന്ന് പറയുന്നത് പോലെ ഈ റോഡ് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്താൻ പോയപ്പോ ആ ജില്ലാ പഞ്ചായത്ത് അത് ഏറ്റെടുക്കുമ്പോ ഈ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മൈലേജ് ജില്ലാ പഞ്ചായത്തിനോ ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷൻ മെമ്പർക്കോ കിട്ടുമെന്ന ആ അഭിപ്രായത്തിൽ അത് വേണ്ട PWDക്ക് നൽകിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആവശ്യം ഉന്നയിക്കുകയും ആ സമരം ആ ആവശ്യം നൽകാൻ ശ്രമിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരവസ്ഥ ഈ റോഡിന് വന്നത്. കണ്ണുണ്ടാകില്ല, നാവുണ്ടാകില്ല, ചെവികളുണ്ടാവില്ല എന്ന അവസ്ഥയിൽ അതുപോലെയാണ് ഈ റോഡ് ഇന്നിവിടെ കിടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള റോഡ് നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് കാണിച്ചു തരികയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഞാൻ എന്റെ ജനപ്രാതിനിധ്യം ഒഴിയാൻ തയ്യാറാണ്. പുതുവൈപ്പ് മണ്ഡലം പ്രസിഡന്റ് AS ശ്യാംകുമാർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ബിജു കണ്ണങ്ങനാട്ട്, ബെന്നി ബെർണാഡ്, KM സിനോജ് കുമാർ, സ്വാതിഷ് സത്യൻ, വിശാഖ് അശ്വിൻ, ML ജോസഫ്, ഷിബു സെബാസ്റ്റ്യൻ, ലിഗീഷ് സേവ്യർ, ലൈല സെബാസ്റ്റ്യൻ, ആന്റണി പുന്നത്ര, AM നവാസ്, TB ശശി, ലില്ലി ആൽബർട്ട്, ബീന ബെന്നറ്റ്, ഫിലോമിന ലിങ്കൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചിറ്റാറ്റുകര പട്ടണം കവലയിൽ ABS പ്ലാസയിൽ ബെഡ് ഹൌസ് ഫാക്ടറി ഔട്ട്ലെറ്റ് സ്ഥാപനം പ്രവർത്തനം തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. പറവൂർ പട്ടണം കവലയിൽ ABS പ്ലാസയിൽ ബെഡ് ഹൌസ് ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന അബ്ബാസ് തണ്ടാനപ്പറമ്പിൽ നിന്നും പതിയാശ്ശേരി ബദറുദ്ദീൻ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് മെമ്പർമാരായ VA താജുദ്ദീൻ, വാസന്തി പുഷ്പൻ, ഷെറീന ബഷീർ, മഹല് ഖത്തീബ് അനസ് ബദരി ബാഖഫി, ബഷീർ KK, അമാനുൽ റഹ്മാൻ, ഷെഫീഖ് TA, ജലാലുദ്ദീൻ KK എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇവിടെ ബെഡുകൾ, ചവിട്ടികൾ, യൂഫോം, പോളിഫോം എന്നീ മെറ്റീരിയലുകൾ മിതമായ നിരക്കിൽ ലഭ്യമാണ്. നോർത്ത് പറവൂർ ചിറ്റാറ്റുകര പഞ്ചായത്തിൽ പട്ടണകവല ജംഗ്ഷനിൽ ഇന്നു മുതൽ നമ്മൾ ബെഡ് ഹൗസ് എന്നൊരു സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ച വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളും. എല്ലാവിധ ബെഡുകളും നമ്മൾ 50% ഡിസ്കൗണ്ടിലാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതോടനുബന്ധിച്ച് എല്ലാവിധ കാർപ്പറ്റുകളും അപ്പോൾസറി മെറ്റീരിയൽസും വളരെ മിതമായ വിലയിൽ നമ്മളിവിടെ വിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും പരിപൂർണ സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണത്തിന് സബ്സിഡി വെട്ടി മാവേലി. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UC കോളേജിന് സമീപത്തെ മാവേലി സ്റ്റോറിന് മുൻപിൽ സായാഹ്ന ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ് ഉദ്ഘാടനം ചെയ്തു. നാടൻ പച്ചക്കറികളും ഒപ്പം രുചിയൂറും വിഭവങ്ങളുമായി സമൃദ്ധി സഹകരണ ഓണച്ചന്ത. നെടുമ്പാശ്ശേരി മേഖലാ മാർക്കന്റെയിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് സമൃദ്ധി സഹകരണ ഓണച്ചന്ത ഒരുക്കിയിരിക്കുന്നത്. വൈപ്പിൻ മുരുക്കുംപാടം ജെട്ടി റോഡ് നിർമ്മാണത്തിൽ അഴിമതി. തകർന്ന റോഡിലൂടെ ആളുകളെ മഞ്ചലിൽ ചുമന്ന് പ്രതിഷേധം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം നമസ്കാരം.